സ്വർണ്ണവില കൂടുകയും കുറയുകയും ചെയ്യുന്ന സാഹചര്യം. പണവും സ്വർണവും അധികാരവും മനുഷ്യനെ ഭ്രാന്തന്മാരാക്കും എന്നത് സത്യസന്ധമായ കാര്യമാണ്. സ്വർണത്തിനു വേണ്ടി, പണത്തിനു വേണ്ടി ഉറ്റവരെയും ഉടയവരെയും പോലും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കും വിധം കൊല ചെയ്യാൻ പോലും മടിക്കുന്ന മനുഷ്യ സമൂഹം. അത്തരത്തിൽ സ്വർണത്തോടുള്ള ആർത്തിമൂത്ത് സീരിയൽ കില്ലറായ ഒരു വനിതയുണ്ട് അങ്ങ് കർണാടകയിൽ. സയനൈഡ് കൊടുത്ത് കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയ ജോളിയെ കേരളക്കര മറക്കില്ല. എന്നാൽ ജോളിക്ക് മുൻപ് സയനൈഡ് കൊടുത്ത് 6 സ്ത്രീകളെ കൊലപ്പെടുത്തിയ KD കെമ്പമ്മ എന്ന സയനൈഡ് മല്ലിക, രാജ്യത്തെ ആദ്യ വനിതാ സീരിയൽ കില്ലർ. കർണാടകയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആദ്യ വനിത. 54-കാരിയായ കർണാടക കങ്കലിപുര സ്വദേശി മല്ലിക 1999 മുതൽ 2007 വരെയുള്ള 8 വർഷത്തിനിടെ 7 സ്ത്രീകളെയാണ് കൊലപ്പെടുത്തിയത്. 1999-ൽ 2ഉം 2007-ൽ 5ഉം. ആഡംബര ജീവിതത്തോടുള്ള ഭ്രമം കാരണം അതിന് പണം തേടിയാണ് മല്ലിക മോഷണം ആരംഭിക്കുന്നത്. പിടിക്കപ്പെട്ടതോടെ 6 മാസം ശിക്ഷിക്കപ്പെട്ട് ജയിലഴിക്കുള്ളിലായി. അതോടെ ഭർത്താവ് അവരുമായി അകന്നു. ശിക്ഷ പൂർത്തിയാക്കി പുറത്തിറങ്ങിയ മല്ലിക ചിട്ടി ബിസിനസ് ആരംഭിച്ചെങ്കിലും വൻ സാമ്പത്തിക നഷ്ടമായിരുന്നു ഫലം. ഇതോടെ എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണമെന്നുള്ള അതിയായ വ്യഗ്രത മല്ലികയെ കൊലപാതക പരമ്പരയിലേക്ക് ചെന്നെത്തിക്കുകയായിരുന്നു. ക്ഷേത്രങ്ങളിൽ താമസിച്ച് ഭക്തരുമായി അടുപ്പം സ്ഥാപിച്ച ശേഷം കൂട്ടിക്കൊണ്ടുപോയി സയനൈഡ് നൽകി കൊന്ന് പണവും സ്വർണവും തട്ടുകയായിരുന്നു മല്ലികയുടെ രീതി. വിവിധ പ്രശ്നങ്ങളുള്ളവരുമായി തന്ത്രപൂർവ്വം ബന്ധം സ്ഥാപിക്കുകയാണ് മല്ലിക ആദ്യം ചെയ്തിരുന്നത്. തീവ്ര ഭക്തയായും മന്ത്രവാദിനിയായും അവർ അഭിനയിച്ചു. താമസ സ്ഥലത്തുനിന്ന് ദൂരെയുള്ള ക്ഷേത്രങ്ങളിലാണ് ഇവർ ഇരകളെ കൊണ്ടുപോയിരുന്നത്. യാത്രയെക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ ഫലം കിട്ടില്ലെന്നും ഇവർ ഇരയെ വിശ്വസിപ്പിച്ചിരുന്നു. അതിനാൽ ആരും മല്ലികയെ തിരിച്ചറിഞ്ഞതുമില്ല. ഹൊസക്കോട്ട നിവാസി മമത, ബാനസവാടിയിലെ എലിസബത്ത്, യഹലങ്കയിലെ യശോദാമ്മ, ചിക്കബൊമ്മസന്ദ്രയിലെ മുനിയമ്മ, ഹെബ്ബാൾ നിവാസി പിള്ളമ്മ, രേണുക, നാഗവേണി എന്നിവരെയാണ് ഇത്തരത്തിൽ മല്ലിക കൊലപ്പെടുത്തിയത്. അടുത്ത ഇരയെ തേടിയുള്ള യാത്രയ്ക്ക് മുന്നോടിയായി തൻ്റെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ നടത്തിയ ശ്രമമാണ് മല്ലികയ്ക്ക് ജയിലഴിക്കുള്ളിലേക്ക് വഴിതെളിയിച്ചത്. മേദാർപേട്ടിലെ സ്വർണ്ണ പോളിഷിംഗ് ഷോപ്പിൽ നിന്ന് 200 രൂപയ്ക്കാണ് മല്ലിക മാരക വിഷമായ സയനൈഡ് വാങ്ങിയതെന്ന് പോലീസ് കണ്ടെത്തി. ഇവർ വാങ്ങിയ സയനൈഡ് 2000 പേരെ കൊലപ്പെടുത്താൻ മതിയാകുമെന്നായിരുന്നു പോലീസ് റിപ്പോർട്ട്. നാഗവേണിയെ കൊലപ്പെടുത്തിയ കേസിൽ മല്ലികയ്ക്ക് 1-ാം അഡീഷണൽ റൂറൽ കോടതി വധശിക്ഷ വിധിച്ചു. മുനിയമ്മയെ കൊലപ്പെടുത്തിയ കേസിലും ഇവരെ തൂക്കിക്കൊല്ലാൻ വിധി വന്നു. നാഗവേണി കേസിൽ പിന്നീട് ഇവരുടെ ശിക്ഷ ഇളവ് ചെയ്ത് ജീവപര്യന്തമാക്കി. ഇപ്പോഴും ബാംഗ്ലൂരു പരപ്പന അഗ്രഹാര ജയിലിലുണ്ട് മല്ലിക. അടുത്തിടെ മല്ലിക വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ജയലളിതയുടെ തോഴി ശശികല ശിക്ഷിക്കപ്പെട്ട് പരപ്പന അഗ്രഹാര ജയിലിലെത്തിയപ്പോൾ മല്ലികയുടെ തൊട്ടടുത്ത സെല്ലാണ് ശശികലയ്ക്ക് ലഭിച്ചത്. പിന്നീട് സുരക്ഷാ കാരണങ്ങളാൽ മല്ലികയെ ഈ സെല്ലിൽ നിന്ന് മാറ്റുകയായിരുന്നു. ദൈവത്തിന്റെ സന്നിധിയെ രക്തം കൊണ്ടു നനച്ചും അവൾ നടത്തിയ ആ പൈശാചിക യാത്ര അവിടെ അവസാനിച്ചു. സയനൈഡ് മല്ലിക എന്ന പേര് ഇന്ന് ഇന്ത്യൻ കുറ്റാന്വേഷണ ചരിത്രത്തിലെ മായാത്ത ഒരു കറുത്ത പാടാണ്. സ്വർണത്തോടുള്ള ആർത്തി ഒരു മനുഷ്യനെ എത്രത്തോളം ക്രൂരനാക്കാം എന്നതിൻ്റെ ഭീകരമായ ഓർമ്മപ്പെടുത്തലായി അവൾ ഇന്നും ആ ഇരുമ്പഴിക്കുള്ളിൽ ജീവിക്കുന്നു.